അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് സാധാരണ കലത്തപ്പല്ല കേട്ടോ, രാഗി ചേർത്തിട്ടുള്ള ഒരു കലത്തപ്പാണ്. രാഗി എന്ന് ചില ഭാഗത്ത് മുത്താറി പഞ്ഞപ്പുല്ല് എന്നൊക്കെ ആവും പറയുക. അപ്പോൾ രാഗി ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കലത്തപ്പാണ്. അപ്പോൾ നന്നായിട്ട് വരും, നല്ല സോഫ്റ്റായിട്ട് നല്ല ആയിട്ട് തന്നെ ഈ കലത്തപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് സാധാരണ കലത്തപ്പത്തിൻ്റെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കലത്തപ്പാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അര കപ്പ് രാഗി അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു കപ്പിന് അര കപ്പ് രാഗി എന്നുള്ള കണക്കാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നിച്ചെന്നെ അങ്ങോട്ട് അരച്ചെടുക്കുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരക്കേണ്ട ആവശ്യമില്ല, ഒന്നിച്ചെന്നെ നമുക്ക് അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 200 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയും ചെയ്യാം കേട്ടോ ശർക്കരയുടെ അളവ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിന് ശേഷം 2 ഏലക്കായ അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ വീണ്ടും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഏലക്കായ ഇപ്പോൾ ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ ഏലക്കൻ്റെ പൊടി ലാസ്റ്റ് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇതിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര പാനി ബാക്കിയുണ്ടെങ്കിൽ അത് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ ഈ മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രം ചുട്ടെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കലത്തപ്പത്തിന് നമ്മൾ സാധാരണ എടുക്കുന്ന ആ ഒരു പാകം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളതിൻ്റെ കൂടെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. തേങ്ങ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട കേട്ടോ. അതുപോലെ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ തേങ്ങ ചിരകിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ മാവ് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാനിത് കുക്കറിലല്ല കേട്ടോ ചുടുന്നത്, ഞാൻ ചീനച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ചങ്ങോട്ട് താളിച്ച് ഒഴിച്ചിട്ട് മാവിലേക്ക് ഒഴിച്ചാൽ മതി. ഞാനിത് ഓരോന്നിനും വേണ്ടിയിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് ഓരോ കലത്തപ്പങ്ങളായിട്ട് ചുട്ടെടുക്കുക. ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല ആരൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കലത്തപ്പം കഴിക്കാനായിട്ടും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. സാധാരണ കലത്തപ്പത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്, ആ ഒരു റാഗിൻ്റെ ടേസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്താ പറയുക, എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ ആരെടുത്തൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംശയമൊന്നും വേണ്ട കേട്ടോ, നന്നാവില്ലേ എന്നൊക്കെ ഉള്ള. അപ്പോൾ നല്ല ആയിട്ട് തന്നെ നന്നാവും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ എന്താ പറയുക, നിങ്ങളുടെ സജഷൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.